വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും നിർലോഭമായ സഹായ സഹകരണങ്ങളാണ് ലഭിക്കുന്നത്. കുട്ടികളുടെ നാണയത്തൊട്ടുകൾ മുതൽ കോടികൾ വരെയുള്ള സംഭാവനകൾ വരുന്നുണ്ട്. ശസ്ത്രക്രിയക്കായി മാറ്റിവെച്ച തുക സംഭാവന ചെയ്തവരുണ്ട്. മരണാനന്തര ചടങ്ങുകൾക്കും വിവാഹത്തിനുമായി സ്വരുക്കൂട്ടി വെച്ച തുക സംഭാവന ചെയ്ത കുടുംബങ്ങളുണ്ട്. കേരള കത്തോലിക്ക ബിഷപ്പ് കൗൺസിൽ സർക്കാരിൻ്റെ ദുരിതാശ്വാസ പദ്ധതികൾക്ക് പ്രോത്സാഹനമായി കൂടെ നിന്ന് സഹകരിക്കുമെന്നും അതിൻ്റെ ഭാഗമായി 100 വീടുകൾ പുനരധിവാസത്തിനായി നിർമ്മിച്ചു നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. വീടും വരുമാനമാർഗവും നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് അടിയന്തര സാമ്പത്തിക സഹായം നൽകുമെന്നും KCBC പ്രസിഡന്റ് കർദിനാൾ ബസേലിയോസ് ക്ലിമീസ് ബാവ അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും സ്വയം തീരുമാനിച്ച് സഹായഹസ്തം നീട്ടുകയാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരനുഭവം ഈ കൂട്ടത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ഒരു പ്രത്യേക അനുഭവമാണ്. തമിഴ്നാട്ടിലെ റോട്ടറി ക്ലബ്ബ് ഭാരവാഹികളിൽ ചിലർ ഇവിടെ ഓഫീസിലെത്തിയിരുന്നു. 1 കോടി രൂപയുടെ ചെക്ക് അവർ കൈമാറി. പിന്നീട് പരിശോധിച്ചപ്പോഴാണ് ഫ്യൂച്ചർ ഗെയിമിംഗ് എന്നാണ് ആ ചെക്കിൽ കണ്ടത്. അപ്പോൾ വ്യക്തമായില്ലേ? അതെ, സാന്റിയാഗോ മാർട്ടിൻ്റെ അടുത്ത ബന്ധുക്കളാണ് ചെക്ക് ഇവിടെ നൽകിയത് എന്നാണ് അതോടെ മനസ്സിലാക്കാനായത്. ആരുടേതാണ് എന്ന് വ്യക്തമാക്കാതെ വരുന്ന ഇത്തരം സംഭാവനകളും കൂട്ടത്തിലുണ്ട് എന്ന് മാത്രം പറയുകയാണ്. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KSTA 1,57,40,5,836 രൂപ നൽകിയിട്ടുണ്ട്. ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് ലിമിറ്റഡ് 50 ലക്ഷം രൂപ, കണ്ണൻദേവൻ ഹിൽസ് പ്ലാന്റേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് 50 ലക്ഷം രൂപ, കണ്ണൻദേവൻ ഹിൽസ് പ്ലാന്റേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ജീവനക്കാർ 57,74,000 രൂപ. ഇതെല്ലാം അവരുടെ MDയും തൊഴിലാളി യൂണിയൻ പ്രതിനിധികളും കൂടി ഇവിടെ വന്ന് നേരിട്ട് തന്നതാണ്. ഓത്തോ ക്രിയേഷൻ മൂവാറ്റുപുഴ 1 ലക്ഷം രൂപ, തലയാർ ടീ കമ്പനിയിലെ ജീവനക്കാരുടെ ഒരു ദിവസത്തെ ശമ്പളം 3,09,004 രൂപ, മൂന്നാർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് 5 ലക്ഷം രൂപ, ഏലംകുളം സർവീസ് സഹകരണ ബാങ്ക് 5,55,555 രൂപ, പേരൂർക്കട സർവീസ് സഹകരണ ബാങ്ക് 50 ലക്ഷം, ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ KM ചെറിയാനും ഡോക്ടർ KMC ഹോസ്പിറ്റൽ ജീവനക്കാരും ചേർന്ന് 11 ലക്ഷം, കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡ് 10 ലക്ഷം, മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് 10 ലക്ഷം, ഖാദി ഗ്രാമവ്യവസായ ബോർഡ് പെൻഷനേഴ്സ് അസോസിയേഷൻ 3,86,401 രൂപ, ഖാദി ബോർഡ് എംപ്ലോയീസ് അസോസിയേഷൻ 2,50,000, കേരള ഖാദി വില്ലേജ് ആൻഡ് ഇൻഡസ്ട്രീസ് ഫെഡറേഷൻ 2,35,000, ലക്ഷദ്വീപിലെ അഗത്തി സ്കൂൾ 1,40,60 രൂപ, യൂണിവേഴ്സിറ്റി അഡ്മിഷൻ നെറ്റ്വർക്ക്സ് എറണാകുളം ആദ്യ ഗഡു 1,04,000 രൂപ, ഗ്രോവെയർ എഡ്യൂക്കേഷണൽ സൊല്യൂഷൻ 1 ലക്ഷം രൂപ, UK-യിലെ ന്യൂ പോർട്ട് മലയാളി ഫ്രണ്ട്സ് കൂട്ടായ്മ 71,500 രൂപ, സെൻറ്റ് ജോൺ CM മോഡൽ ഹൈസ്കൂൾ ബിൻഡുമില്ലി ആന്ധ്രാപ്രദേശ് 50,000 രൂപ. ഇത്രയും വിവരങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്.